ഓക്കിടെൽ എന്ന ബ്രാൻഡിന്റെ ഓക്കിടെൽ RT8 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റഗഡ് ടാബ്ലറ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കിടെൽ RT8 എന്ന പുതിയൊരു ടാബിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. MIL STD810H സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഈ ഒരു ടാബ്ലറ്റ്. IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമായിരിക്കും. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ 2000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 48 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 20 MP ഒരു നൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. പ്രൊസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G99 എന്ന പ്രൊസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 24,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസ്സർ അത്ര മികച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 6GB റാമും 256GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 11 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല, LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ഒരു ലെതർ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് 1 കിലോയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉള്ള ഒരു ടാബാണ്. അതുപോലെ തന്നെ തിക്നെസ് 15.1 mm വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ടാബ് കൂടിയാണ്. പിന്നെ റഗഡ് ടാബ്ലറ്റും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ വെയിറ്റും തിക്നെസ്സും ഒക്കെ സ്വാഭാവികമായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല വെയിറ്റും തിക്നെസ്സും ഉള്ള ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. $300 എന്ന പ്രൈസിങ്ങിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 24,800 രൂപ പ്രൈസ് റേഞ്ചിൽ. പല ഗ്ലോബൽ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ടാബ് അവൈലബിൾ ആണ്. അവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യാറില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്. ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ടാബാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ടാബാണ് എന്ന് പറയാം. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.